ഹായ്, നമസ്കാരം. ദിലീപാണ്. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ലൈവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രത്യേക സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഈ വൈകുന്നേരം ലൈവിൽ വരുന്നത്. കാരണം ഇന്ന് ഞാൻ അഭിനയിച്ച പുതിയ ചിത്രം തങ്കമണി നിങ്ങളുടെ അടുത്ത തിയേറ്ററിലൊക്കെ റിലീസായിട്ടുണ്ട്. വരുന്ന അഭിപ്രായങ്ങൾ വളരെ സന്തോഷമുണ്ടാക്കുന്നതാണ്. ഈ സിനിമയിൽ ഞാൻ അഭിനയിച്ച ആബേൽ ജോഷുവ മാത്തൻ എന്ന കഥാപാത്രം എല്ലാവരും രണ്ട് കൈനീട്ടി സ്വീകരിച്ചു എന്നുള്ളത് വലിയ സന്തോഷമുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. അതിൽ 2 അപ്പിയറൻസാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതിൽ ഗംഭീരമായ പ്രകടനമാണെന്നൊക്കെ ഓരോ ആളുകളും വിളിച്ച് പറയുമ്പോൾ ഒരു കലാകാരൻ എന്ന രീതിയിൽ നമുക്കുണ്ടാവുന്ന സന്തോഷം വളരെ വലുതാണ്. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യുക എന്ന് വിചാരിച്ചാണ് ഇതിൽ വന്നത്. ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് പേര് എൻ്റെ കൂടെ ഉണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരാൾ ഇന്ന് തങ്കമണിയിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അറിയാവുന്നതിൽ ജീവിച്ചിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. അത് പെരുവന്താനത്തെ അവതരിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട സിദ്ദിഖ. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. തങ്കമണി എന്ന സിനിമ ഇന്ന് റിലീസ് ചെയ്തു. അപ്പോൾ ആദ്യത്തെ ഷോ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് നേരിട്ട് വിളിച്ച് അഭിനന്ദനം അറിയിക്കുന്നുണ്ട്, നല്ല നല്ല റിവ്യൂസ് പറയുന്നുണ്ട്, നല്ല രീതിയിൽ എഴുതുന്നുണ്ട്. ആളുകൾക്ക് സിനിമ ഇഷ്ടമായി എന്ന് അറിയുമ്പോൾ അതിൽ അഭിനയിച്ച ഒരു നടൻ എന്ന നിലയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളോടെല്ലാം നേരിട്ട് വന്നാൽ നന്ദി അറിയിക്കണം, അതിൻ്റെ സന്തോഷം പങ്കുവെക്കണം. അതിനാണ് ഞങ്ങൾ വന്നത്. ദിലീപിനോടൊപ്പം ഞാനിതിനു മുമ്പ് അഭിനയിച്ചത് വോയിസ് ഓഫ് സത്യനാഥൻ എന്ന സിനിമയാണ്. ആ സിനിമയ്ക്ക് ശേഷം വരുന്ന ഞങ്ങൾ ഒന്നിച്ചുള്ളൊരു സിനിമയാണ് തങ്കമണി. ദിലീപ് പറഞ്ഞതുപോലെ ജോർജ് പെരുവന്താനം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആണ് ഞാൻ ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്കറിയാമല്ലോ, ഒരു ട്രൂ ഇവൻ്റാണ്. തങ്കമണിയിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു അട്രോസിറ്റിയും അതിനനുബന്ധിച്ചുണ്ടായിരുന്ന ഒരുപാട് പ്രശ്നങ്ങളും ആ സമയത്ത് രാഷ്ട്രീയത്തിലുണ്ടാക്കിയ വലിയ ഒരു സംഭവവികാസമായ ഒരു കാര്യമാണ് തങ്കമണിയിൽ നടന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ ഇന്നത്തെ തലമുറയിൽപ്പെട്ട ചെറിയ കുട്ടികൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല എന്നല്ല, അറിയില്ലായിരിക്കും. ഇതൊരു 75-76 കാലഘട്ടത്തിൽ നടന്നൊരു സംഭവമാണ്. അതേ തുടർന്ന് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചേഞ്ചസ് ഉണ്ടായി. അതൊരു വലിയ ഭരണമാറ്റത്തിനും അങ്ങനെ ഒരുപാട് ബഹുലമായ ഒരു കാര്യമായിരുന്നു തങ്കമണിയിൽ നടന്നത്. പക്ഷെ സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം തുറന്നു കാണിക്കുന്ന രീതിയിലുള്ള ഫിക്ഷനും കൂടിയാണ്. എങ്കിൽ പോലും അതിൽ പലരും പുറത്തറിയാത്ത ഒരുപാട് കാര്യങ്ങൾ, അതിൻ്റെ പിന്നിൽ എന്താണ് നടന്നതെന്ന് തുറന്നു കാണിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. ആ സിനിമ നിങ്ങൾ എല്ലാവരും കാണണം. കണ്ടിട്ടുള്ളവർ പറയുന്ന അഭിപ്രായം കേട്ട് ഞങ്ങളെല്ലാവരും ഒരുപാട് സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. ഈ സിനിമയും ഞങ്ങളുടെ കഥാപാത്രങ്ങളെയൊക്കെ കൈനീട്ടി സ്വീകരിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി അറിയിക്കുന്നതോടൊപ്പം ഇനി അടുത്ത ആളിലേക്ക്. അതെ, സിദ്ദിഖ് ഒരുമിച്ച് ഒരുപാട് സിനിമകൾ നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത വലിയ കലാകാരനാണ് സിദ്ദിഖ. ഇതിൽ വളരെ പ്രധാനപ്പെട്ട വേഷം തന്നെയാണ് ചെയ്തത്. ഞാൻ അതിനുശേഷം എൻ്റെ കലാജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത പല സിനിമകളിൽ എൻ്റെ ഒപ്പം അഭിനയിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ എനിക്ക് അഭിനയിക്കാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച ഒരുപാട് സിനിമകൾ വലിയ വലിയ ഹിറ്റിൽ ഓടിയിട്ടുള്ളതാണ്. അതിൽ എടുത്തു പറയേണ്ട സിനിമകളാണ് ഏഴരക്കൂട്ടം, സല്ലാപം തുടങ്ങിയിട്ടുള്ള ഒരുപാട് സിനിമകൾ, ക്രേസി ഗോപാലൻ, അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. 2020. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ സിനിമ തങ്കമണി കണ്ട ആർക്കും മറക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ മനോജ് കെ ജയനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും നമസ്കാരം. സുഖമായിരിക്കുന്നോ? വലിയ സന്തോഷത്തിന്റെ ഭാഗമായി ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. ദിലീപ് ഇപ്പൊ പറഞ്ഞ പോലെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ദിലീപായിട്ട് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാനുള്ള അവസരം ഉണ്ടായത്. രതീഷിന്റെ സംവിധാനം, രതീഷ് മിടുക്കനാണ്, ഉടലൊക്കെ കണ്ട നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു നല്ല ടീമിന്റെ കൂടെ വീണ്ടും വർക്ക് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. അത് ഏറ്റവും വലിയൊരു സക്സസിലേക്ക് പോകുന്ന കാഴ്ച കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം പ്രത്യേകിച്ച് ഞാനൊരു കോട്ടയംകാരനായതുകൊണ്ട് ഈ തങ്കമണി എന്ന് പറയുന്ന സ്ഥലം ഞങ്ങൾക്ക് അവിടെ നിന്ന് വലിയ ദൂരമൊന്നുമില്ല. അപ്പം അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ സംഭവം നടന്നതായിട്ടും പത്രത്തിൽ പിറ്റേ ദിവസം വായിച്ചതായിട്ടൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് അതിലെ ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയ ആൾക്കാരുടെ പേരും അന്ന് പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അന്ന് ഒരുപാട് മനസ്സിൽ ശപിച്ചിട്ടുണ്ട്, ഇവനെയൊക്കെ ഇടുത്തി വീഴ കുഴപ്പത്തിലാവണേ എന്ന് പറയുന്ന അവസരം ഒരുപാട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ പിൽക്കാലത്ത് ഞാൻ സിനിമ വന്നപ്പോൾ അയാളെ തന്നെ ഞാൻ അവതരിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല.
എന്തായാലും നടനല്ലേ, എല്ലാത്തരം കഥാപാത്രങ്ങൾ ചെയ്യണ്ടേ. ഞാൻ അങ്ങനെ എനിക്കൊരു വില്ലൻ വേഷമൊന്നും അങ്ങനെ നായകൻ അങ്ങനൊന്നുമില്ല. നായകനായാലും ഞാൻ ചെയ്യും അല്ലേ, കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു മാനസികാവസ്ഥ എനിക്കുള്ളത്. അപ്പൊ ഈ സിനിമയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, മെസ്സേജ് ഉണ്ട്, അത്യാവശ്യം കരയാനും ചിരിക്കാനും ഉണ്ടല്ലേ കുറെയൊക്കെ ചെറുതായിട്ട്. അപ്പൊ അതുകൊണ്ട് നല്ലൊരു എന്റർടൈനർ മൂവിയാണ്, ഫാമിലി ആയിട്ട് കാണേണ്ട സിനിമയാണ്. നിങ്ങളെല്ലാവരും വന്ന് ഫാമിലി ആയിട്ട് കാണണം, കാണാത്തവർ കാണണം. ഇപ്പോൾ മലയാള സിനിമയ്ക്ക് ഏറ്റവും നല്ലൊരു സമയമാണ്, വിജയങ്ങളുടെ ജൈത്ര യാത്ര നടക്കുകയാണ്. ആ കൂടെ ഞങ്ങളുടെ തങ്കമണിയും എത്തിയതിൽ ഒരുപാട് സന്തോഷിക്കുന്നു. കാണാം കേട്ടോ, അടുത്തയാൾ. താങ്ക് യു സോ മച്ച്. മനോജ് പറഞ്ഞ പോലെ തന്നെ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സിദ്ദിഖ് ഇവിടെ സംസാരിക്കുകയുണ്ടായി. എന്താ പറയാ, നമ്മളിത് ട്രൂ ഇവന്റ്സും ഫിക്ഷനെ കൂടി ആഡഡ് ആയിട്ടാണ് ശരിക്കും ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് രതീഷ്. എന്റെ ക്യാരക്ടർ ആബേൽ ജോഷുവ മാത്തന്റെ ലൈഫിലൂടെയാണ് ഈ തങ്കമണിയുടെ കഥ പറയുന്നത്. അപ്പൊ ഇതില് പ്രണയമുണ്ട്, അതുപോലെ സൗഹൃദം, മാറ്റിവെക്കാൻ പറ്റാത്ത അത്രയും ശക്തമായ സൗഹൃദമാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സുഹൃത്തിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ ഇതിനു മുമ്പ് കണ്ട ഒരുപാട് ഹിറ്റ് സിനിമകളിൽ ഇപ്പൊ കയറി വരുന്ന ഒരു നടനാണ് നമ്മുടെ പ്രിയപ്പെട്ട അസീസ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ തങ്കമണി എന്ന സിനിമ കൈ നീട്ടി സ്വീകരിച്ചതിൽ. ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും അതിന്റെ ഭാഗമായിട്ട് നിങ്ങളെ കാണാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിലുപരി ഓരോ ക്യാരക്ടറും എടുത്ത് തന്നെ ഒരുപാട് മെസ്സേജസും കോളും വന്നിട്ടുണ്ടായിരുന്നു. ഓരോ ക്യാരക്ടറും എടുത്ത് തന്നെ ആൾക്കാർ, നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല എന്റെ തങ്കച്ചൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ദിലീപേട്ടന്റെ സുഹൃത്തായിട്ട് അതും ഒരുപാട് അപ്രിസിയേഷൻ കിട്ടി. ഇപ്പൊ വീണ്ടും ദൈവാനുഗ്രഹം കൊണ്ട് 2024 ഒരു ഹിറ്റ് സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ എല്ലാവരും ഇപ്പോൾ തിയേറ്ററിൽ പോയി കാണണം, കണ്ട അഭിപ്രായം പറയണം. ഇത് മാത്രമല്ല, ഇത് ഫാമിലിക്ക് 100% ഇഷ്ടപ്പെടുന്നു ഉള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവരും കാണണം, കണ്ടിട്ട് അഭിപ്രായങ്ങൾ ഇൻസ്റ്റയായിരുന്നാലും ഫേസ്ബുക്ക് വഴിയായിരുന്നാലും നമ്പർ ഉണ്ടെങ്കിൽ നേരിട്ടാണെങ്കിലും വിളിച്ചറിയിക്കുക. താങ്ക് യു സോ മച്ച്. അസീസിന്റെ വിശേഷങ്ങൾ കേട്ടു. അതുപോലെ തന്നെ ഈ സിനിമയില്, മലയാള സിനിമയിൽ എനിക്ക് ഒരുപാട് പുതിയ നായികമാരോടുകൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യങ്ങളുണ്ടായി. ഇന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു നായിക തന്നെയാണ്. പാപ്പനിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ ഈ സിനിമയിൽ വളരെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുള്ള ഒരുപാട് കമന്റ്സുകളും അതുപോലെ അഭിപ്രായങ്ങളിലും ഒക്കെ വരുന്നുണ്ട്. നീത നന്നായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ ഈ ആബേലന്റെ ഭാര്യയായിട്ടാണ് അനിത എന്ന കഥാപാത്രമാണ് നീത അവതരിപ്പിച്ചത്. ഞാൻ നീത പിള്ളയ്ക്ക് ഒന്ന് കൊടുക്കുകയാണ്, നിങ്ങൾ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പാപ്പൻ കഴിഞ്ഞ് ഞാൻ ചെയ്യുന്ന തങ്കമണി എല്ലാവരും കണ്ടിട്ടില്ലെങ്കിലും കണ്ടവരെല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു. അതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങള് അത് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോ നിങ്ങളുടെ അടുത്ത് വന്നേക്കുന്നത്. എന്റെ 4th ഫിലിമിൽ ഇത്രയും വെറ്ററൻ ആൻഡ് വേഴ്സറ്റൈൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റിന്റെ കൂടെ എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. അതിലും അധികം സന്തോഷം നല്ല ഫീഡ്ബാക്ക് കിട്ടിയതില്. സോ താങ്ക് യു വെരി മച്ച്. കണ്ടവരോട് താങ്ക് യു ഫോർ യുവർ ഓണസ്റ്റ് ഫീഡ്ബാക്ക്. കാണാത്തവര് ഇപ്പൊ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കണം. ഞാൻ ഇനിയും ആൾക്കാരുണ്ട്. ഐ വിൽ പാസ് ഇറ്റ് ഓൺ. കുറെ കമന്റ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹായ് തങ്കച്ചൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അസീസിനുള്ള കമന്റ്സ് വരുന്നു. നല്ല അടിപൊളി ഫീൽ ഗുഡ് ഫിലിം. അല്ലല്ല, ഇതൊക്കെ എഴുതി വരുന്നതാണ്. ദിലീപ് ബേട്ട സിനിമ കണ്ടു, അടിപൊളി. ഇതുപോലുള്ള റെസ്പോൺസ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 28-29 വർഷമായിട്ട് ഞാൻ എന്റെ കാര്യം പറയണം. കാരണം എന്റെ സീനിയേഴ്സാണ് ഈ ഇരിക്കുന്ന സിദ്ദിഖയും അതുപോലെ മനോജിയൊക്കെ. അപ്പൊ ഇവരുടെ കൂടെയൊക്കെ പെർഫോം ചെയ്ത ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തപ്പോഴൊക്കെ സ്വീകരിച്ച നിങ്ങള് ഈ സിനിമയിലെ കഥാപാത്രമായ ആബേൽ ജോഷുവ മാത്തനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞതിൽ വലിയ സന്തോഷം. ഈ സിനിമ തീർച്ചയായിട്ടും എല്ലാവരും കുടുംബ പ്രേക്ഷകരെ ആണ് ഏറ്റവും കൂടുതൽ ഈ സിനിമയിലേക്ക് അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആബാലവൃദ്ധ ജനങ്ങളും ഈ സിനിമ കാണണം എന്നാണ് നമ്മുടെ അഭിപ്രായം. അപ്പൊ എന്താണെങ്കിലും, കാരണം നമ്മളൊക്കെ കുടുംബമുള്ള ആൾക്കാരാണ്.
അപ്പോൾ ഒരു കുടുംബത്തിന് പറ്റുന്ന സങ്കടങ്ങൾ നമ്മളെല്ലാവരും, അത് കേരളത്തിൽ എവിടെ എന്ത് സംഭവിച്ചാലും ഉറ്റുനോക്കി അതിൽ സങ്കടപ്പെടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന നല്ല മനസ്സുള്ള ആളുകളാണ് കേരളത്തിലുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ പെട്ടെന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ കുടുംബ പ്രേക്ഷകർ 100% ഈ സിനിമയോടൊപ്പം നിൽക്കുന്നു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങളെല്ലാവരും ഈ സിനിമ കാണാൻ തിയേറ്ററിൽ തന്നെ വരിക. കാരണം ഞാൻ ചെയ്ത ഒരുപാട് വേഷങ്ങളും ഈ കേരളത്തിലെ സ്ത്രീജനങ്ങൾ തന്നെയാണ് ആ സിനിമയെ വലിയ ഹിറ്റിലേക്ക് എത്തിച്ചത്. എനിക്ക് 250 ദിവസം ഓടിയ സിനിമ തന്നതും 150, 100 ഒക്കെ ദിവസം ഓടിയ സിനിമ തന്നത് പ്രിയപ്പെട്ട കുടുംബ പ്രേക്ഷകരാണ്. അവര് ഈ സിനിമ തീർച്ചയായിട്ടും കാണണം. കാരണം ഇപ്പൊ കുറച്ച് നാളുകൾക്ക് ശേഷം എനിക്ക് കിട്ടിയ വളരെ പവർഫുൾ ആയിട്ടൊരു ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ സിനിമയിൽ എൻ്റെ സഹോദരിയായിട്ട് അഭിനയിച്ച ഒരു കുട്ടിയുണ്ട്, മാളവിക. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര ലൈവാണ്, കണ്ടിട്ടുണ്ടാവും. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. തങ്കമണി ടീമിന്റെ ഒപ്പമാണ് നമ്മളിപ്പോ ഉള്ളത്. അപ്പോ ആ ഒരു റിവ്യൂസും എന്താ പറയാ, എല്ലാവരുടെ ലൈവായിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടി സന്തോഷമായിട്ട് ഇരിക്കണ ആ ഒരു വേളയിൽ നിങ്ങളോടൊപ്പം നേരിട്ടൊരു ലൈവ് വരാമെന്ന് വിചാരിച്ചു. ഈ പറഞ്ഞ പോലെ ഞാനും ആഗ്രഹിച്ച പോലെ നല്ലൊരു വേഷം തന്നെയാണ് എനിക്ക് തങ്കമണിയിലൂടെ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ദിലീപ് ഏട്ടനായിട്ടും ആദ്യമായിട്ടാണ്. ആൻഡ് സിദ്ദിഖയും നീല ചേച്ചിയും മനോജ് ഏട്ടനും അസീസിക്കും എല്ലാവരും ഉണ്ട് ഇവിടെ. ആൻഡ് എന്താ പറയാ, രതീഷ് ഏട്ടനും താങ്ക് യു. സുജിത് ഏട്ടനാണ് ഇതിന്റെ പ്രൊഡ്യൂസർ. അപ്പോ ഇവരെല്ലാവരും കൂടെ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നതിൽ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു പറയാണ് ഇപ്പൊ തന്നെ. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ നിങ്ങളെ മിസ് ചെയ്യാതെ ഞങ്ങളുടെ തങ്കമണി ചെന്ന് കാണുക. കാരണം ഇറ്റ്സ് എ ഫാമിലി മൂവി, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആൻഡ് ഇപ്പൊ കുറച്ച് റീസെന്റ് എല്ലാം റിയൽ ആയിട്ട് നടന്ന സംഭവങ്ങൾ എടുത്ത് ഒരു ട്രെൻഡിങ് പീരീഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മള്. അപ്പൊ തങ്കമണിയും റിയൽ ആയിട്ട് നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതിനെപ്പറ്റി കൂടുതലായിട്ട് കാണാൻ അറിയാനായിട്ട് മസ്റ്റായിട്ട് വാച്ച് ചെയ്യൂ തങ്കമണി. ആൻഡ് എനിക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഈ അടുത്ത് കണ്ട കഥാപാത്രങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലൊരു കഥാപാത്രമാണ് തങ്കമണിയിൽ കണ്ടത് എന്ന് കണ്ടവർ എനിക്ക് പറഞ്ഞു. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. അതെ, റാഹേൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ ദിലീപ് ഏട്ടന്റെ സിസ്റ്ററിന്റെ ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി നിങ്ങൾ നേരിട്ട് കണ്ടിട്ട് ഇനിയും അപ്ഡേറ്റ്സ് അറിയിക്കും ഞങ്ങൾക്ക്. താങ്ക് യു സോ മച്ച് ഇത്രയും സ്നേഹവും സപ്പോർട്ടും ഞങ്ങളെ എല്ലാവർക്കും തന്നതിൽ. താങ്ക് യു മാളവിക. നമ്മള് ഏട്ടൻ്റെ റിവെഞ്ച് മൂവി സൂപ്പറാണ്. ഒരുപാട് കമൻസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹായ്, മാളു കൊടുങ്ങല്ലൂര്, സുമേഷ് മേത്തല തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ട്. എല്ലാവരും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണേലും സിനിമ കാണാത്തൊരു തിയേറ്ററിൽ തന്നെ പോയി കാണുക. പ്രത്യേകിച്ച് ഈ സിനിമയെ കൂടുതൽ നിങ്ങളെ ഭയങ്കര തിരക്ക് പിടിച്ച പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ വന്ന് ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്നാലും വിശേഷങ്ങൾ പങ്കുവെക്കാൻ സന്തോഷം അങ്ങോട്ട് കൂടിക്കഴിഞ്ഞപ്പോൾ വന്നതാണ് ലൈവില്, അല്ലേ? കാരണം നമുക്ക് ഭയങ്കര കാരണം ഒരു സിനിമ വിജയിക്കുക, ആ സിനിമയ്ക്ക് ഗംഭീര റെസ്പോൺസ് ഉണ്ടാവുക എന്നൊക്കെ പറയണത് നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് കാലം നീതി നിർവഹിക്കുമ്പോൾ അബൽ ജോഷ മാത്തനും പെട്ടെന്ന് നിർവഹിച്ചതാണെന്ന് ഞാൻ പറയും. അതെ നല്ല തങ്കമണി കാണാം എങ്കിലും ഒരു ഹായ് തരുമോ? 10,000 ഹായ് തരും. അതെ, എന്തായാലും വലിയ സന്തോഷം. അപ്പോൾ തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണാത്തവര് തിയേറ്ററിൽ തന്നെ പോയി എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് കണ്ടവര് വീണ്ടും കണ്ടോട്ടെ, റിപ്പീറ്റ് നമുക്ക് പ്രശ്നമല്ല. അപ്പൊ എന്തായാലും വലിയ സന്തോഷം. ഞങ്ങളുടെ മറ്റുള്ള കലാകാരന്മാർക്ക് വേണ്ടിയിട്ടും ഒരു നിമിഷം ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ സിനിമ നിർമ്മിച്ചത് സൂപ്പർവുഡ് ഫിലിംസും ഇഫാർ മീഡിയയും കൂടി ചേർന്നിട്ടാണ്. ഇതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് സുജിത് ഭായ്. അതുപോലെ ഇത് സംവിധാനം ചെയ്തത് രതീഷ് രഘുനന്ദൻ. ഈ സിനിമയില് മനോജ് പിള്ള ക്യാമറ, മനു ജഗതാണ് ഇതിന്റെ ആർട്ട്. അങ്ങനെ എഡിറ്റർ ശ്യാം ശശിധരൻ, മ്യൂസിക് വില്യം. അങ്ങനെ നീണ്ടൊരു നേരം അതിന്റെ പുറകെ ഉണ്ട്. അപ്പൊ എന്തായാലും വലിയ സന്തോഷം ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഈ എന്താ പറയുക ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിരുന്നതിന് വലിയ സന്തോഷം. താങ്ക്സ് എ ലോട്ട്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വലിയ സന്തോഷം. അപ്പൊ സിനിമ
തിയേറ്ററിൽ തന്നെ കാണുക. അപ്പൊ എല്ലാവരോടും അല്ലേ ഹായ് അല്ലേ, ഓക്കെ അല്ലേ? എല്ലാവരും കാണാം കേട്ടോ. താങ്ക് യു. ഓക്കെ, ഓക്കെ, ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച്. ബൈ.